അതിനെന്താ ഡാഡി, ഡോക്ടർ ഖന്നയാണ്. ആ ഡോക്ടർ ഖന്ന പറയൂ. മിസ്റ്റർ ചമ്പലാൽ നിങ്ങളോട് ഒരു ബാഡ് ന്യൂസ് പറയാനുണ്ടല്ലോ. ബാഡ് ന്യൂസോ? എന്താണത്? മിസ്റ്റർ ചമ്പലാൽ, നിങ്ങളുടെ കമ്പനിയിൽ മിസ് കൽപ്പന എന്ന പേരുള്ള ഒരു പെൺകുട്ടി ജോലി ചെയ്തിരുന്നില്ലേ? അവരുടെ അമ്മയെ ഞാനാ ചികിത്സിച്ചിരുന്നത്. മിസ് കൽപ്പന പറയുന്നത് അവരുടെ അമ്മ മരിച്ചത് നിങ്ങളുടെ കമ്പനി എംപയർ മെഡിക്കോയുടെ വ്യാജ മരുന്ന് കഴിച്ചിട്ടാണെന്നാ. കൽപ്പന ഇപ്പോൾ പറയുന്നത് നിങ്ങളുടെ കമ്പനിയിൽ നിന്നും വ്യാജ മരുന്നുകൾ പിടിച്ചെടുത്തതിന് ശേഷം അവയുമായി പോലീസ് സ്റ്റേഷനിൽ പോകുന്ന. പക്ഷെ ഡോക്ടർ ഖന്ന, അവൾ നോക്കൂ മിസ്റ്റർ ചമ്പലാൽ, ഞാൻ അറിയിച്ചു കഴിഞ്ഞു. നിങ്ങൾ എങ്ങനെയെങ്കിലും ആ പെൺകുട്ടി നിങ്ങളുടെ ഫാക്ടറിയിൽ എത്തുന്നത് തടയണമെന്ന് ഞാൻ മുന്നറിയിപ്പ് നൽകുകയാണ്. മനസ്സിലായോ? സുരേഷ് മോനെ, നമ്മൾ ആ കൽപ്പനയെ അന്ന് കഥ കഴിച്ച് ജഡം മറവ് ചെയ്തല്ലേ? അതെ. പക്ഷെ ഡോക്ടർ ഖന്ന പറയുന്നത് അവൾ ഇന്ന് ഫാക്ടറിയിൽ വരുമെന്നാണല്ലോ, നമ്മളുടെ വ്യാജ മരുന്ന് പിടിച്ചെടുക്കുവാൻ. എന്ത്? അവൾ ജീവിച്ചിരിപ്പുണ്ടോ? അവൾ മരിച്ചില്ലേ? പക്ഷെ അതെങ്ങനെ സംഭവിക്കും? എനിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല മോനെ. നമുക്ക് ഉടൻ ഫാക്ടറിയിലേക്ക് പോകാം. പക്ഷേ ഫാക്ടറി മുടക്കാം. അത് വളരെ നന്നായി. നമുക്ക് അവളെ അവിടെ വെച്ച് പിടിക്കണം. എന്നിട്ട് പൂർത്തിയാകാതെ പോയ അന്നത്തെ കാര്യം ഇന്ന് പൂർത്തിയാക്കുകയും ചെയ്യും. വാതില് തുറന്നെടുക്കുന്നുണ്ടല്ലോ. വാച്ച്മാൻ അവിടെ പോയി? അകത്ത് കാണും. വാ, പോയി നോക്കാം. അവളകത്തുണ്ടാവും. കൽപ്പനെ, വേഗം പുറത്തു വരുന്ന നിനക്ക് നല്ലത്. കൽപ്പനെ, നീ ഇവിടെ എവിടെയോ ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം. വേഗം പുറത്തു വരുന്ന നല്ലത്. കൽപ്പന, നിനക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ കഴിയുമെന്ന് നീ കരുതല്ലേ കൽപ്പനെ? കൽപ്പന, കൽപ്പനെ, കൽപ്പനെ. അവളെ കണ്ടോ? നോ ഡാഡ്. അവിടെയുമില്ല. എവിടെ പോയി കാണും? ഇതെന്താണ്? ഇതെന്താണ്? കൽപ്പന? അതെ, ഞാൻ തന്നെ. നിങ്ങൾ അച്ഛനും മകനും ചേർന്ന് എന്റെ കഥ കഴിച്ചില്ലേ? എന്നിട്ട് എന്റെ ജഡവും മറവ് ചെയ്തു. പക്ഷെ കൽപ്പന, നീ... സുരേഷ്, ഞാൻ കൽപ്പനയുടെ ആത്മാവാണ്. ആത്മാവ്? പക്ഷേ ഡോക്ടർ ഖന്ന എന്നോട് പറഞ്ഞു നീ... ഞാൻ പറഞ്ഞിട്ടാണ് ഖന്ന നിങ്ങൾക്ക് ഫോൺ ചെയ്തത്. അങ്ങനെ നിങ്ങളെ എനിക്ക് കിട്ടി. നീ നുണ പറയുകയാണ്. നീ മരിച്ചിട്ടില്ല. ഇതെല്ലാം നാടകമാണ്. എങ്കിൽ ശരി, എന്റെ കഥ കഴിച്ചുകൊള്ളൂ. ആ, നിന്റെ കഥ ഇപ്പോൾ തന്നെ ഞാൻ കഴിച്ചേക്കാം. ഇനി നിന്നെ വെറുതെ വിടില്ല. മോനെ, മോനെ, അതാ അവിടെ, അവിടെ, അവിടെ. ഇനി നിങ്ങൾക്ക് ഇവിടെ നിന്നും രക്ഷപ്പെടാം. കൽപ്പന, ഞങ്ങൾക്ക് തെറ്റിപ്പറ്റി. ഞങ്ങൾക്ക് മാപ്പ് തരും. ഞങ്ങൾ പണം സമ്പാദിക്കാനായി വലിയ തെറ്റ് തന്നെ ചെയ്തു. പക്ഷെ ഞങ്ങൾ ഇതാ വാക്ക് തരുന്നു, ഞങ്ങൾ വ്യാജ മരുന്ന് ഇനി ഉണ്ടാക്കില്ല. ഞങ്ങൾ ഈ ഫാക്ടറി തന്നെ അടച്ചു പൂട്ടാം. കൽപ്പനയ്ക്ക് എന്ത് വേണമെങ്കിലും ഞങ്ങൾ തരാം. എന്ത് വേണമെങ്കിലും തരാൻ പറ്റുമോ? നിങ്ങൾക്ക് എന്റെ അമ്മയുടെ ജീവൻ തിരികെ തരാൻ പറ്റുമോ? എന്റെ ജീവൻ തിരിച്ചു തരാൻ പറ്റുമോ? വ്യാജ മരുന്ന് കഴിച്ച് മരിച്ച അനേകം ആളുകളുടെ ജീവൻ തിരിച്ചു തരാൻ നിങ്ങൾക്ക് പറ്റുമോ? സമൂഹദ്രോഹികളെ, പറ്റില്ലല്ലേ? എന്താ സുരേഷ്,
നിങ്ങൾക്ക് എന്നോട് എത്ര സ്നേഹമായിരുന്നു, വിവാഹവും കഴിക്കാൻ ആഗ്രഹിച്ചു. പക്ഷെ എനിക്ക് നിങ്ങളുടെ തനിനിറം മനസ്സിലായപ്പോൾ എന്നെ നിങ്ങൾ കൊന്നുകളഞ്ഞില്ലേ? ശരിയല്ലേ? കൽപ്പന, ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി. നിങ്ങൾ നിങ്ങളുടെ അഭിമാനം രക്ഷിക്കാൻ വേണ്ടി നിഷ്കരണം എന്നെ കൊന്നുകളഞ്ഞില്ലേ? കൽപ്പന, തെറ്റുപറ്റിപ്പോയി. മാപ്പ് തരണം. മാപ്പ് വരൂ കൽപ്പന. നിങ്ങൾക്ക് മാപ്പ് തരുന്ന പ്രശ്നമേ ഇല്ല. ക്ഷമിക്കണം. ഇത് നിങ്ങൾക്കുള്ളതാണ്. പൊട്ടാസ്യം സയനൈഡ് ചേർത്ത ഇഞ്ചക്ഷൻ. വ്യാജമരുന്ന് കഴിച്ച് എങ്ങനെയാണ് ആളുകൾ മരിക്കുന്നതെന്ന് നിങ്ങൾ സ്വയം അനുഭവിക്കും. കൽപ്പന, മാപ്പ് തരണം. കൽപ്പന, മാപ്പ് തരണം. കൽപ്പന, എനിക്ക് കൽപ്പന, മാപ്പ് തരണം. കൽപ്പന, കൽപ്പന, മാപ്പ് വരൂ. കൽപ്പന, കൽപ്പന. ഡോക്ടർ ഖന്ന, അവസാനം ഘാതകർക്ക് തക്ക ശിക്ഷയും ലഭിച്ചു കഴിഞ്ഞു. വ്യാജമരുന്ന് ഫാക്ടറിയും അടച്ചുപൂട്ടി. പക്ഷേ ഇത് ഇതുകൊണ്ട് അവസാനിക്കുന്നില്ല. ഇന്നും നമ്മുടെ രാജ്യത്തെ വ്യാജമരുന്ന് കമ്പനികൾ ഇഷ്ടം പോലെ വ്യാജമരുന്ന് ഉണ്ടാക്കുന്നുണ്ട്. തന്മൂലം ആയിരക്കണക്കിന് രോഗികൾ പിടഞ്ഞു മരിക്കുന്നുമുണ്ട്. ഇതിൽ ഡോക്ടർമാർക്കും പരോക്ഷമായ പങ്കുണ്ട്. കൂടാതെ മെഡിക്കൽ സ്റ്റോറുകാർക്കും. നിങ്ങൾ അതിൽ പെടുന്നില്ല. നിങ്ങളുടെ സഹായത്തിന് വളരെ വളരെ നന്ദി. പക്ഷേ ഡോക്ടർ ഖന്ന, നിങ്ങൾ ഇത്തരം വ്യാജ മരുന്നുകാരെ തടയേണ്ടതുണ്ട്. മരുന്ന് ജീവിതം തരുന്ന ഒന്നാകണം, മരണഹേതുവാകരുത്.